പേരാറ്റിനക്കരയക്കരയക്കരയേതോ പേരറിയക്കരയിൽ നിന്നൊരു പുത്തുമ്പി നാടായ നാടുകൾ ചുറ്റി കാണായ കാഴ്ചകൾ കാണാൻ കൂടെ പോയിക്കര നിന്നൊരു പൂവാലൻ തുമ്പി. ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും അധികം അങ്ങനെ കേൾക്കാറില്ല സിനിമ ചൂസ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് കേൾക്കാതെ അല്ലെങ്കിൽ അത്രമേൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമുക്ക് എങ്ങനെയായിരിക്കും ഒരു സിനിമ ചൂസ് ചെയ്യാൻ? എനിക്കൊരു പ്രശ്നമല്ല. സെറ്റിൽ വന്ന് 2 ദിവസത്തേക്ക് ഭയങ്കരമായിട്ട് മസിലായിരുന്നു. അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഫുൾ കോൺസെൻട്രേഷൻ ഇങ്ങോട്ടാണല്ലോ പോകുന്നത്. സൂര്യനെ ചുറ്റിയാണല്ലോ ബാക്കി ഗ്രഹങ്ങൾ കറങ്ങുന്നത്. അപ്പൊ ഞങ്ങൾ എത്ര ലോക്കലാണ് അതിന്റെയൊക്കെ താഴെ തറ എന്ന് പറയുന്ന അതിലേക്ക് പോകും. ഇവള് നമ്മളെക്കാളും തറയടാ. ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഈ ലോക്കലിലൊന്നും കൂടെ ഞാൻ മാറി. അപ്പൊ ഇതിനകത്ത് ഒരു കുടുംബ ബന്ധങ്ങളുടെ കഥ എങ്ങനെയാണ് ഈ ബാഡ് ബോയ്സിലെ? എല്ലാം ഉണ്ട്, ഇതിലെല്ലാം ഉണ്ട്. നമ്മളൊരു ഓണത്തിന് ഓണസദ്യ കഴിക്കുന്ന പോലെയാണ്. എല്ലാ വിഭവങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അടിയുണ്ട്, ഇടിയുണ്ട്, മാസുണ്ട്, പാട്ടുണ്ട്, സ്നേഹമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, സെക്സ് മാത്രമില്ല. ഞാൻ പലരും വിചാരിക്കുന്നത് ഞാൻ വളരെ സീരിയസും ഒക്കെയാണ്. ഞാൻ സീരിയസ് ടൈപ്പാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കോമഡിയൻ ഉണ്ട്. അങ്ങോട്ട് ഭയങ്കര എന്താ പറയാ, പറഞ്ഞ പോലെ ഒരു കൊച്ചുകുട്ടി പുറത്തേക്ക് ഇങ്ങ് വന്നു. പിന്നെ അങ്ങ് ഭയങ്കര സ്നേഹമാണ്, പ്രൊട്ടക്റ്റഡ് ആണ്, നമ്മളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു, കെയർ ചെയ്യുന്നു. ഇടക്കാലത്ത് മലയാള സിനിമയിലെ സൗഹൃദം വല്ലാണ്ട് സെപ്പറേറ്റ് ഒരു കാരവൻ സംസ്കാരം എന്നാണ് ഇപ്പം പൊതുവെ എല്ലാരും പറയുക.